ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. എപ്പോഴാണ്? അവനായി കാത്തിരിക്കുമ്പോൾ. പ്രാർത്ഥനാമുറിയിൽ ദൈവത്തിനായി കാത്തിരിക്കുന്നവൻ. നോക്കിക്കേ, യൗവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. എങ്കിലും കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിറയെ അപ്പം, മീൻകറി എല്ലാം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് എനർജറ്റിക്കായി 12 പേര് വഞ്ചിയെ കയറി തുഴഞ്ഞു പോവുക. 3-4 മണിക്കൂർ തുഴഞ്ഞിട്ട് ഇവർ കടലിൻ്റെ പകുതി വരെ എത്തിയുള്ളൂ. അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുക്കർത്താവ് സിമ്പിളായിട്ട് കടലിൻ്റെ മേളിൽ കൂടെ നടന്നു എന്ന് അവരെ ഓവർടേക്ക് ചെയ്തു. കർത്താവ് പറയുന്നതും നോക്കിക്കേ, ഇതാണ് എൻ്റെ തിയറി. കൂടെ പഠിച്ചവരൊക്കെ അധ്വാനിച്ച് ബിസിനസ് ചെയ്തു, പഠിച്ചും അലഞ്ഞും വലഞ്ഞും അണുതുയർത്തോട്ടെ. നീ യഹോവയെ കാത്തിരിക്കും. പ്രാർത്ഥനാമുറിയിലിരിക്കാതെ നീ ബിസിനസ് ചെയ്യാൻ പോകരുത്. പ്രാർത്ഥിക്കാനിരിക്കാതെ നീ പഠിക്കാൻ പോകരുത്. ജോലിക്ക് പോകരുത്. കുടുംബജീവിതത്തിന് പുറപ്പെടരുത്. യഹോവയെ കാത്തിരിക്കുന്നത് നഷ്ടമല്ല, ലാഭമാണ്. എത്ര നാളായാലും. ദൈവം വിശ്വസ്തൻ, അത്ഭുതവാൻ.